ഡിസിപ്ലിൻ്റെ പാത എളുപ്പമല്ല അല്ലേ? അച്ചടക്കം ഒരിക്കലും ഈസി അല്ല. എന്തുകൊണ്ടാണ് അച്ചടക്കം എത്ര ബുദ്ധിമുട്ടുള്ളതാവുന്നത്? ഇപ്പോൾ നമ്മൾ അതിരാവിലെ എണീക്കണം, 5 മണിക്ക് എഴുന്നേൽക്കണം, ജോഗിങ്ങിന് പോകണം, അല്ലെങ്കിൽ നമ്മൾക്ക് പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ മനസ്സ് അങ്ങനെയൊക്കെ വിചാരിച്ച് അലാറൊക്കെ സെറ്റ് ചെയ്ത് കിടന്നാൽ കൂടിയിട്ട് രാവിലെ 5 മണിയായി കഴിഞ്ഞാൽ മനസ്സ് പറയും ഒരു 5 മിനിറ്റും കൂടെ കിടക്കുന്നു, കുറച്ചും കൂടെ നിനക്ക് ഉറങ്ങാണ്ട്, നിനക്ക് നല്ല ക്ഷീണം ഉണ്ടെന്ന് മനസ്സ് നമ്മളോട് പറയും. നമ്മൾ അത് കേട്ടിട്ട് അവിടെ കിടക്കും. അവിടെ കിടന്നു കഴിഞ്ഞാൽ ഈ 5 മിനിറ്റ് കഴിഞ്ഞാലും നീക്കില്ല, 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞാലും കൂടിയിട്ട് നമ്മൾ നീക്കില്ല. അപ്പോഴേക്കും നമ്മുടെ മനസ്സ് നമ്മളെ മടിയനാക്കി കഴിഞ്ഞു. നമ്മൾക്ക് ഒരു 5 മണിക്ക് നീറ്റ് നമുക്ക് ഒന്ന് നടക്കാൻ പോകണോ, അല്ലെങ്കിൽ എക്സസൈസ് വേറെ എന്തെങ്കിലും വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? നമ്മളെപ്പോഴും നമ്മുടെ മനസ്സാണ് നമ്മളതിനെ മടിയനാക്കുന്നത്. നമ്മുടെ നല്ല ആരോഗ്യം നമുക്ക് നല്ല നോക്കണം, നല്ല ഭക്ഷണം കഴിക്കണം എന്നൊക്കെ നമുക്കറിയാമെങ്കിലും കൂടിയിട്ട് നമ്മുടെ മനസ്സ് നമ്മളോട് പറയും. ഇപ്പം നല്ല ഭക്ഷണങ്ങൾ കുറേ ഭക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ആരോഗ്യ സംരക്ഷണം നമ്മൾ മനസ്സിൽ നമ്മളായിട്ട് എടുത്ത തീരുമാനമാണെങ്കിലും കൂടിയിട്ട് നല്ല ഭക്ഷണം കാണുമ്പോൾ മനസ്സ് അതിലേക്ക് നമ്മളതിനെ നയിക്കും. ഇപ്പോൾ അത് കഴിക്കാം, പിന്നെ നമുക്കത് കൺട്രോൾ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് നമ്മളെ മനസ്സിനെ നമ്മളുടെ ആ ഒരു അച്ചടക്കത്തെ ബാധിക്കാൻ ഈ മനസ്സിന് കഴിയുന്നുണ്ട്. നമ്മൾ നേരത്തെ എണീക്കുക, അല്ലെങ്കിൽ നമ്മളൊരു അച്ചടക്കത്തോട് ഇതാക്കുകയാണെങ്കിൽ നമ്മൾ നീറ്റോ നമ്മളെ എന്താ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മളെ ബെഡൊക്കെ നല്ല ക്ലീനാക്കി വിരിച്ചിട്ട് ഷീറ്റൊക്കെ വിരിച്ച് നല്ല നീറ്റ്, അതായത് അടുക്കും ചിട്ടയിലൊക്കെ നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ ഈ അച്ചടക്കം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിനെ അച്ചടക്കത്തോടു കൂടി, അതായത് എന്നും ഒരു ദിവസം 2 ദിവസമല്ല, അച്ചടക്കത്തോടെ ചെയ്യാൻ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയോടുകൂടി അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് നീറ്റായിട്ട് നമ്മൾ ചെയ്യാൻ ശീലിക്കലാണ് നമ്മളുടെ അച്ചടക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒരു ദിവസമോ 2 ദിവസമോ ചെയ്യലല്ല, എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ ചെയ്ത് ശീലിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിനെ നമ്മൾ അത്ര അധികം കൺട്രോൾ ചെയ്ത് നിർത്തണം. നമ്മളെ മനസ്സാണ് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ മനസ്സാണ് നമ്മളെ മടിയനാക്കുന്നത്. നമ്മളെ മനസ്സിനെ നമ്മളൊരു റോബോട്ടാക്കി മാറ്റുക, ഒരു യന്ത്രത്തെ പോലെ. നമ്മൾ ഇന്നത് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ മനസ്സ് പറയുന്നത് കേൾക്കാതിരിക്കുക, മനസ്സിനെ അവിടെ നിയന്ത്രിച്ച് നിർത്താനുള്ള കഴിവ് നമുക്കുണ്ടാവണം. എന്നിട്ട് ഇപ്പോൾ നേരത്തെ നീക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകും. നമ്മൾ ജിമ്മിന് പോകണമെന്ന് വിചാരിച്ചോ, ജിമ്മിന് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ട് എണീറ്റ് അത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ദിവസം പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ടയേർഡായില്ലേ, വേദന ഉണ്ടാവും. ഒരു കാര്യം നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും അത് ഈസി ആയിരിക്കില്ല, വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് എന്ത് കാര്യം, ജിമ്മിൽ പോകുന്നത് മാത്രമല്ല, ഓടാൻ പോകുന്നതായിക്കോട്ടെ, നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമുക്ക് വേദന ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടണം എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങുകയാണെങ്കിലും ഫസ്റ്റത്തെ ആ ഇറങ്ങുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾക്ക് ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വരും. നമ്മൾക്കതൊരു എളുപ്പമായിട്ടേ തോന്നില്ല. നമ്മൾ പലപ്പോഴും അത് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന വരെ തോന്നുന്ന മാനസികാവസ്ഥയിലെത്തും. പക്ഷെ നമ്മൾക്ക് അച്ചടക്കം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു ലക്ഷ്യത്തിൽ എത്തണം എന്നുള്ള അതായത് നമ്മളെന്താണോ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് എത്തണം എന്നുള്ളത് ഉണ്ടെങ്കിൽ നമ്മളെ അച്ചടക്കത്തോടെ നിർത്താൻ നമുക്ക് കഴിയണം. അത് ശീലിച്ച് നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് അതിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിലാണ് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ. ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ അതായത് വേദനകളാണ് അല്ലെങ്കിൽ വിഷമങ്ങൾ തന്നെയാണ് നമ്മൾക്ക് ഫസ്റ്റത്തെ എല്ലാ സ്റ്റെപ്പുകളിലും ഉണ്ടാവുക. അത് ഡിസിപ്ലിനോട് കൂടി അച്ചടക്കത്തോടു കൂടി നമ്മളത് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ലക്ഷ്യത്തിലെത്തുള്ളൂ. ഒരിക്കലും ഒരു ഈസിയായ പാതയല്ല. നമ്മൾക്ക് എവിടെ എത്തണം എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് കഴിയില്ല. ഒരു ഓട്ട മത്സരത്തിൽ നമുക്ക് ഏറ്റവും നന്നായി ഓടണം എന്നുണ്ടെങ്കിൽ നമ്മളത് ഓടാൻ ശീലിക്കണം. അതിന് നമ്മൾ നേരത്തെ നീക്കാൻ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. എന്നിട്ട് നമ്മളത് ചെയ്യണം. എന്നിട്ട് ഫസ്റ്റ് ഓടുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവും. നമ്മളുടെ ഈ വേദനകൾ മറന്ന് ഈ വേദനയെ സഹിച്ച് നമ്മൾ വീണ്ടും 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 അച്ചടക്കത്തോടെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. അതിന് നമ്മൾക്ക് അത്രയും നല്ല മനസ്സിനെ നമ്മൾ അത്രയും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാതെ കൺട്രോൾ ചെയ്ത് നിർത്തി നമ്മളെ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം എന്നുള്ളത് നമ്മളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് വിജയമാകുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേദനകളെ നമ്മളെ മറക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അതിനൊക്കെ സഹിക്കാനുള്ളൊരു ശക്തിയും കൂടെ വരുത്തണം. അതാണ് അച്ചടക്കം ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് എവിടെ എത്താൻ കഴിയുള്ളൂ. അച്ചടക്കം എന്ന് പറഞ്ഞത് എളുപ്പമല്ല. അത് നമ്മൾക്ക് മാത്രം തന്നെയാണ് അതിനെ
അച്ചടക്കത്തിനെ നമുക്ക് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ മനസ്സാണല്ലോ അത്. നമ്മുടെ മനസ്സിനെ നമ്മൾക്ക് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് പുറത്തു നിന്നൊരാൾക്ക് വന്നിട്ടും കൺട്രോൾ ചെയ്യും. ചിലപ്പോൾ ചില ആൾക്കാർ നമുക്ക് പറഞ്ഞ് നമ്മളതിനെ ഇപ്പോൾ നമ്മളൊരു ട്രെയിനിങ്ങിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ പോലീസ് ട്രെയിനിങ്ങിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ ട്രെയിനിങ്ങിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ട്രെയിനർ ഉണ്ടാവും. ഇങ്ങനെ സമയത്ത് നീക്കണം, അത് ചെയ്യണം എന്ന് പറയുമ്പോൾ അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. 4 മണിക്കൊക്കെ നീറ്റിട്ടല്ലേ അവരിത്രയും ഓടലും ചാടലും അവരുടെ എക്സസൈസുകൾ മുഴുവൻ നടക്കുന്നത് ആ 4 മണി 5 മണി സമയത്തൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് ഒരു ട്രെയിനർ ഉള്ള കാരണം അവരെന്തായാലും എണീറ്റത് ചെയ്തിരിക്കും. അപ്പോൾ അവരെ അച്ചടക്കം പഠിപ്പിക്കാൻ അവിടെ ഒരു ട്രെയിനർ ഉണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിനെ അച്ചടക്കം പഠിപ്പിക്കാനുള്ള ട്രെയിനർ നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെ അത് മാറ്റിയെടുക്കണം. അപ്പോൾ അച്ചടക്കത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് വിജയത്തിലേക്ക് എത്താം. അപ്പോൾ ഈ വേദനകളൊക്കെ നമ്മളുടെ വിജയത്തിലേക്കുള്ള ഒരു ഈസി പാതയാക്കി മാറ്റാൻ കഴിയും.